നമസ്കാരം. ബിഗ് ബോസ് ഷോ അവസാനിച്ചാലും അവിടെ തുടങ്ങിയ പല കളികളും ഒരു ലൂപ്പ് എന്ന പോലെ മത്സരാർത്ഥികളെ ചുറ്റിപ്പറ്റി വന്നുകൊണ്ടേയിരിക്കും. പലരുടെയും ജീവിതം തന്നെ തകരാൻ ബിഗ് ബോസ് ഷോ കാരണമായിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 7ാം സീസണിലും മത്സരാർത്ഥികൾ വിട്ടിട്ടും ബിഗ് ബോസ് ആരാധകർ വിട്ടുപോകാത്തൊരു വിഷയമാണ് അനീഷ് ഹൗസിൽ വെച്ച് അനുമോൾക്ക് മുന്നിൽ വെച്ച വിവാഹ അഭ്യർത്ഥന. അന്ന് അനുമോൾ തനിക്ക് അനീഷിനെ അത്തരത്തിൽ സങ്കല്പിക്കാൻ കഴിയില്ല എന്നായിരുന്നു ആദിലയോട് സംസാരിക്കവേ അനു പറഞ്ഞത്. മാത്രവുമല്ല, ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിക്കാനാണ് ആഗ്രഹിച്ചത് എന്നും പറഞ്ഞിരുന്നു. അനുമോളിൽ നിന്ന് നോ എന്നതിന് സമാനമായ ഒരു മറുപടിയാണ് വന്നത് എന്നുകൊണ്ട് തന്നെ അനീഷ് പിന്നീട് ആ വിഷയം തൊട്ടതുമില്ല. എന്നാൽ പ്രപ്പോസൽ വീഡിയോ പുറത്തു വന്ന ശേഷം അനുവിനാണ് ഏറ്റവും കൂടുതൽ വിമർശനം ലഭിച്ചത്. ഇപ്പോഴും അത് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ദുബായിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത ആരാധകരുമായി സംവദിക്കവേ അനീഷ് വിഷയം വീണ്ടും അനുമോൾക്ക് സംസാരിക്കേണ്ടി വന്നു. അനീഷിനെ തേച്ചോ എന്നായിരുന്നു സദസ്സിൽ നിന്നും ഉയർന്ന ചോദ്യം. അതിന് അനു നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: അനീഷ് ഏട്ടനെ ഞാൻ തേച്ചിട്ടൊന്നുമില്ല. നിങ്ങളെല്ലാം സ്റ്റാർ മാജിക്കിൽ എൻ്റെയും തങ്കച്ചൻ ചേട്ടൻ്റെയും കോംബോ കണ്ടു കാണും. ഞാനും തങ്കച്ചൻ ചേട്ടനും തമ്മിൽ സിസ്റ്റർ ബ്രദേഴ്സ് ബോണ്ടിങ് ആയിരുന്നു. അതേപോലെ തന്നെയായിരുന്നു അനീഷേട്ടൻ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുമുണ്ട്. അനീഷേട്ടൻ്റെ അനിയത്തിക്കുട്ടിയാണ് അനുമോളെന്ന്. ചോദ്യം കേട്ടപ്പോൾ മനസ്സിലായി എപ്പിസോഡുകൾ നന്നായി കണ്ടിട്ടുണ്ടെന്ന്. ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ് എന്നെ പ്രപ്പോസ് ചെയ്തത് അനീഷേട്ടനാണ്. അപ്പോഴും ഇഷ്ടമല്ലെന്ന് ഞാൻ അനീഷേട്ടനോട് പറഞ്ഞിട്ടില്ല. 2 വർഷം കഴിഞ്ഞ് മാത്രമേ എൻ്റെ കല്യാണമുള്ളൂ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നതാണ് ഞാൻ പറഞ്ഞത്. സെറ്റിലാകാൻ എനിക്ക് കുറച്ച് സമയം വേണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഒരു എപ്പിസോഡിലും എനിക്കിഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് സെറ്റിലാകാൻ 2.5 വർഷം വേണ്ടി വരും. ഇതെല്ലാം കേൾക്കും മുമ്പ് പുള്ളി എഴുന്നേറ്റ് പോയി. അത് എൻ്റെ തെറ്റാണോ തേപ്പാണോ അത്രയുള്ളൂ എന്നായിരുന്നു. എന്നാൽ അനുമോൾ നല്ല കുട്ടി ചമയത്തിൻ്റെ ഭാഗമായി മറുപടി മാറ്റി പറയുകയാണെന്നും യഥാർത്ഥ മുഖം മനസ്സിലായി എന്നുമാണ് കമൻറ്റുകൾ വരുന്നത്. അനീഷേട്ടനെ കൊണ്ട് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കാൻ കാണിച്ചത് ഞങ്ങളെല്ലാവരും കണ്ടിരുന്നു. ഫ്ലൈയിങ് കിസ് കൊടുത്തതും കണ്ണടച്ച് കാണിച്ചതും എല്ലാം. പോരാത്തതിന് ലാലേട്ടൻ വന്ന് ചോദിച്ചപ്പോൾ തമാശയാണെന്ന് പറഞ്ഞിട്ട് ആദിലയോട് അനീഷേട്ടനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ അനീഷേട്ടന് കിട്ടുന്ന സ്വീകരണവും ജനങ്ങളുടെ സ്നേഹവും എല്ലാം കണ്ടപ്പോൾ മാറ്റിപ്പറഞ്ഞ് സ്വയം വെളുപ്പിക്കാൻ നോക്കുകയാണ് അനുമോൾ. ലാലേട്ടൻ വന്ന ദിവസം അയ്യേ എനിക്ക് അനീഷേട്ടനെ ഇഷ്ടപ്പെടാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മാറ്റി പറയുന്നു. എത്ര വെളുപ്പിച്ചാലും ആ പറഞ്ഞത് ഞങ്ങൾ ലൈവിൽ കണ്ടതാണ്. കള്ളിയാണ് അനുമോൾ, ഉരുണ്ട് കളിക്കുന്നു എന്നിങ്ങനെയാണ് വിമർശിച്ചു വന്ന കമൻറ്റുകൾ. അനീഷിൻ്റെ കയ്യിലുള്ള ഒറ്റപ്പെടൽ കാർഡ്, ബുദ്ധിജീവി കാർഡ്, നന്മമരം കാർഡ്, വിക്ടിം കാർഡ്, അങ്ങനെ എല്ലാ കാർഡും തീർന്നപ്പോൾ പുള്ളിയുടെ ലാസ്റ്റ് കാർഡായിരുന്നു ലവ് കോംബോ കാർഡ്. അല്ലാതെ ഒന്നുമല്ല. തുടക്കത്തിൽ പുള്ളി പറഞ്ഞത് അനിയത്തിക്കുട്ടി തന്നെ എന്നാണ്. ഇതൊക്കെ ഇപ്പോഴും ചോദിക്കുന്നതും ചർച്ച ചെയ്യുന്നതും അനാവശ്യമാണ്. രണ്ടുപേരുടെയും ജീവിതം അവരുടെ വഴിക്ക് വിടുക എന്നാണ്. ഞാൻ ബിഗ് ബോസിൽ വന്ന സമയത്ത് എനിക്ക് അനീഷേട്ടനോട് അത്യാവശ്യം നല്ല രീതിയിൽ റെസ്പെക്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പ്രത്യേകിച്ച് പ്രണയബന്ധത്തിലേക്കൊന്നും തോന്നിയിരുന്നില്ല. അതിൻ്റെ കാരണം അനീഷേട്ടന് ഒരു പെണ്ണിൻ്റെ സ്വഭാവം ചെറുതായിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ബിഗ് ബോസിൽ ആര്യനും അക്ബറും എന്നെ കൂട്ടമായിട്ട് ആക്രമിച്ചപ്പോൾ അനീഷ് ഒരു വാക്ക് പോലും സംസാരിച്ചിരുന്നില്ല. സിനിമ കാണുന്നത് പോലെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ഇല്ലാത്തയാളെ എങ്ങനെ വിവാഹം കഴിക്കാൻ പറ്റും? കാരണം എനിക്കും ചില സങ്കല്പങ്ങളുണ്ട്. എൻ്റെ നേരത്തെ ജീവനുമായുള്ള എൻ്റെ ആദ്യത്തെ റിലേഷൻഷിപ്പിൽ അവന് തൻ്റെ ഇടവും കരുത്തുമുണ്ടായിരുന്നു. പക്ഷേ അവൻ എന്നെ വല്ലാതെ ഉപദ്രവിക്കുകയായിരുന്നു. എന്നെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയും ചെയ്യും. മാനസിക പീഡനം താങ്ങാൻ വയ്യാതെയാണ് ജീവനുമായുള്ള എൻ്റെ ആദ്യത്തെ റിലേഷൻഷിപ്പ് ഞാനവിടെ അവസാനിപ്പിച്ചത്. എനിക്ക് അനീഷേട്ടനോട് റെസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ. പുള്ളിക്കാരൻ നല്ല കെയറിങ് ആണ്, സമ്മതിച്ചു. പക്ഷേ തൻ്റെ ഇടവും ആണത്വമില്ല. ആരെങ്കിലും എന്നെ ഉപദ്രവിക്കാൻ വന്നാൽ സംരക്ഷിക്കാനുള്ള കെൽപ്പ് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആ പ്രണയം നിരസിച്ചത് എന്നും അനുമോൾ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി.